നമ്മളോട് പറയാറുണ്ടായിരുന്നു, വീട്ടുകാരോട് പറയാറുണ്ട്. നമ്മള് വീട്ടുകാരായാലും ഞങ്ങൾ ഫ്രണ്ട്സ് ആയാലും അവളോട് പറയാറുണ്ട്, നിനക്ക് പറ്റത്തില്ലേ, നീ ഒഴിവായിട്ട് വാ, നിനക്ക് അവന്റെ കൂടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല, നീ ഒഴിവായിട്ട് വാ എന്ന് പറയും. കുറെയൊക്കെ കേട്ട് വരികയും ചെയ്തിട്ടുണ്ട്. വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ ഇരിക്കുമ്പോ ഇവൻ വിളിച്ചിട്ട് പോട്ടെ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, സോറി, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പറയുമ്പോഴത്തേക്ക് ഇവളുടെ മനസ്സലിഞ്ഞിട്ട് ഇവള് അവന്റെ കൂടെ പോവുകയാണ് ഉണ്ടാകുന്നത്. വീണ്ടും അവിടെ ചെല്ലും, 2 ദിവസം കഴിയുമ്പോൾ ഇവന്റെ സ്വഭാവം വീണ്ടും അതേപോലെ ആവും. വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ജോലിയില്ലായിരുന്നു, അതിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകാൻ അതുല് ഡിഗ്രി ചെയ്തതാണ്. അതിൽ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്ന ദിവസമായിരുന്നു ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. അതെ അതെ. എങ്ങനെയാണ് അതുല്യ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവള് ചെയ്യാനുള്ള സിറ്റുവേഷന് മീൻസ് ഇതിനെക്കാട്ടിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി അവള് ഇങ്ങനെ ഒരു എന്താ പറയാ സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മളായാൽ കൂടി ഇപ്പൊ ഞാനായാലും എന്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവളോട് പറയുമ്പോ എനിക്ക് അവള് മോട്ടിവേഷൻ തരിക ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൂടാ, നമുക്ക് കുഞ്ഞുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ആയി നിർത്തുന്ന വ്യക്തിയായിരുന്നു. ആ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ സതീഷ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്ന ഒരു കാര്യം, അതായത് അതുല്യ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുല്യയുടെ പിതാവ് പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പിതാവ് പറയുന്നത് പോലത്തെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ലൈഫിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ സതീഷ് എന്നെ 3-4 വട്ടം എന്റെ അടുത്ത് തന്നെ ഇതിന്റെ ഇടയിൽ നിന്ന് എന്താ പറയാ അതുലിയടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞിട്ട് കുറെ തവണ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇവള് അവന്റെ കൂടെ അവിടെ ഫ്ലാറ്റിലായിരുന്നു. അപ്പം ആ സമയത്ത് ഇവളുടെ അച്ഛനും അനിയത്തിയും എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇവളെ ഉപദ്രവിച്ചിട്ട് അന്ന് രാത്രി ഇവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ അച്ഛനും അഖിലയും വന്നു, ഞാനിപ്പോ അഖിലേന്റെ ഫ്ലാറ്റിലാണുള്ളത് എന്നും പറഞ്ഞിട്ട് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവൻ വന്നിട്ട് സോറി പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ അവന്റെ കൂടെ പോയി. ഇവളങ്ങനെ തന്നെ കാണിക്കുന്നത്. കാരണം ഇവക്ക് അവൻ എന്ത് ചെയ്താലും അതിലൊരു എന്താ പറയാ അന്നേരത്തേക്കേ ഉള്ളു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവള് അയ്യോ പാവല്ലേ, ചേട്ടൻ എന്താ ഒറ്റയ്ക്ക് എങ്ങനെ ചേട്ടൻ നിൽക്കും, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ഈ സതീഷ് മദ്യത്തിനൊക്കെ അടിമയായിരുന്നോ? മദ്യമാണ്. മദ്യം കഴിച്ചു കഴിഞ്ഞാല് എന്താ അയാൾക്ക് മദ്യം കുറച്ച് ഓവറായിട്ട് അയാൾ കുടിച്ച അയാൾ പിന്നെ അയാൾ പോലും അല്ല, അങ്ങനെ ആ രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. ചെറിയ കാരണം മതി, നിസ്സാര കാരണം മതി. ഈവൻ നമ്മൾ ഫ്രണ്ട്സ് പോലും ഞാൻ തന്നെ കുറെ വട്ടം വിളിച്ചിട്ടുള്ളപ്പോ എത്രയോ തവണ ഫോൺ തല്ലി പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്, വിളിക്കരുതെന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സുഹൃത്തുക്കൾ, അതായത് ഫ്രണ്ട്സ് ആര് വിളിച്ചാലും ഫോൺ എടുത്തിട്ട് ഒന്നെങ്കിൽ സ്പീക്കർ കോൾ ഇടണം, അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ എടുത്തിട്ട് പറയും അവളിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. അയാളില്ലാത്ത ടൈമിലാണ് അവള് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇവർക്കൊരു 10 വയസ്സുള്ള മകളുണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഈ കുട്ടിയോടുള്ള ഒരു പെരുമാറ്റം എങ്ങനെയാണ് ഈ സതീഷിന്റെ? കുട്ടിയോട് അയാൾക്ക് ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും ഒന്നുമില്ല. ഒരാത്മാർത്ഥതയും കുട്ടിയോടും ഇല്ല. കുട്ടിക്കും അയാളെന്ന് പറയുന്നത് ഒരു പേടിയും ആണ്. അയാൾക്ക് കുട്ടിയോട് ഒരു തരത്തിലുള്ള ഇതുമില്ല. കാരണം അയാൾക്ക് ഈ വൈഫിനോടായാലും അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ല. അവന്റെ എന്താ പറയാ അവന്റെ ആവശ്യത്തിന് മാത്രമുള്ള ഒരു ഉപകരണം അത്രേ അവൻ അവൾക്ക് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും. പിന്നെ നമ്മളൊക്കെ കാണുമ്പോഴും വിളിക്കുമ്പോഴും നേരിട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹം അതൊക്കെ പ്രകടിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അവന് കുഞ്ഞിന്റെ അടുത്ത വൈഫിനോടോ ഇല്ല. അതുല്യാണെങ്കിൽ ഈ ഡിവോഴ്സിനൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നോ? മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിവോഴ്സിന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസം മുമ്പ് 6 മാസം മുമ്പായിട്ടെന്ന് പറയാൻ പറ്റും. കറക്റ്റ് അങ്ങനെ മാസം പറയാൻ പറ്റൂല. ഇവിടെ നിന്ന ടൈമിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വക്കീലെടുത്തി കോടതിയിൽ വക്കീലിന്റെ കേസ് ഫയൽ ചെയ്തിട്ടാണ് ഇവള് വിസിറ്റിംഗ് വിസയിൽ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഇതിൽ തന്നെ വിസിറ്റിംഗ് വിസ എടുത്ത് പോയി അവിടെ ജോലി റെഡി ആകുവാണെങ്കിൽ കയറാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കുറച്ചു നാൾ റൂമിൽ നിന്നിട്ട് ഇവളുടെ അതായത് അനിയത്തിന്റെ ഹസ്ബൻഡും അനിയത്തിയും കൂടി
എവിടെ ഇവർക്ക് ജോലി റെഡിയാക്കി കൊടുത്ത് അത് ജോയിൻ ചെയ്യാൻ ഇരിക്കുകയാണ് ഇവൻ പിന്നെയും വിളിച്ചിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല, ഇനി അങ്ങനെ ഇതാവൊന്നും ആവത്തില്ല, എനിക്ക് എൻ്റെ മാപ്പ് താ എനിക്കെന്നും പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഇവളുടെ ബന്ധുക്കളും അത്യാവശ്യം എല്ലാരും കൂടിയാണ് ഇവളുടെ അടുത്ത് പറഞ്ഞ ഒരു ചാൻസ് കൂടി കൊടുക്കുക. ആ വോയിസ് എന്നോട് സംസാരിച്ച വോയിസ് ഞാൻ ഓൾറെഡി മീഡിയക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവള് പോകുന്നത്, ഒരു ചാൻസ് കൂടി ചേട്ടന് കൊടുക്കാം, എന്താ ഭയങ്കര വികൃത രൂപമായി, അതുകൊണ്ട് ചേട്ടൻ്റെ കൂടെ ഞാൻ വേണമെന്ന് പറഞ്ഞാണ് ഇവള് ലാസ്റ്റ് പോകുന്നത്. അങ്ങനെ ആ ഡിവോഴ്സ് കേസ് അങ്ങ് തള്ളിപ്പോയി. പിന്നെ അതിന്റെ വഴിക്ക് അവള് പോയില്ലല്ലോ. അങ്ങനെ പിന്നെ അവര് ഹാപ്പി ആയിട്ട് നടന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ചോദിക്കുമ്പോ അല്ല ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോകുന്നത്, ഇപ്പൊ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞിട്ടാണ് നിന്നത്. പിന്നെ ഞാൻ കൂടുതലും ഞാൻ നല്ലോണം വഴക്ക് പറയും. കാരണം ഞാൻ കുറെ നാളുകൊണ്ട് ഇവളോട് പറയുന്നതാണ്, നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഒഴിഞ്ഞിട്ട് പോ, നീ എന്തിനു കടിച്ചു തൂങ്ങി കിടക്കുന്നത്, ഇപ്പോഴത്തെ കാലമല്ലേ, ഇപ്പം പണ്ടത്തെ കാലമല്ലേ എല്ലാം കടിച്ചു തൂങ്ങി കിടക്കുക. ഇപ്പൊ ഈ 2027-25 കാലഘട്ടത്തില് എന്താ പറയാ ഇതിന്റെ ഒരാവശ്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്ന് പറഞ്ഞപ്പം പിന്നെ എന്റെ അടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയല് നിർത്തി. കാരണം എന്താ ഞാൻ വഴക്ക് പറയുന്നു വെച്ചാൽ അത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് കൂടുതൽ പറയാൻ വരാത്ത നീ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാണ്. ഇപ്പൊ ഈ സതീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഭാര്യ ഗർഭം അലസിപ്പിച്ചതൊക്കെ എനിക്ക് മാനസികമായി തളർത്തി. അതിപ്പോ അവനായിട്ട് തന്നെ എടുത്തിട്ടത് കൊണ്ട് അതിന്റെ സത്യാവസ്ഥ പറയാം. അവൻ തന്നെയാണ് അവളെ പറഞ്ഞ് നാട്ടിൽ വിട്ടത്. എന്താ പറയാ പ്രഗ്നന്റ് ആയിരുന്നു, 4 മാസം പ്രഗ്നന്റ് ആയിട്ട് അവൻ തന്നെയാണ് നാട്ടിൽ പറഞ്ഞു വിട്ടത്. അവന് 40 വയസ്സുണ്ട്, പോരാത്തതിന് അവൻ ഷുഗറിന്റെ ഇൻസുലിൻ എടുക്കുന്നു. അപ്പൊ 2 കുഞ്ഞുങ്ങളുടെ ചെലവും കൂടി അവന് പറ്റത്തില്ല. മാത്രമല്ല നമുക്ക് ആരാധിക മോള് തന്നെ മതി. ആ വോയിസ് എന്റെ കയ്യിലുണ്ട്, അവൾ എന്നോട് പറയുന്നത് ആരാധിക മോള് തന്നെ മതി, ഒരു കുഞ്ഞും കൂടി വേണ്ട എനിക്ക് എന്നുള്ള രീതിയിൽ അവൻ തന്നെയാണ് അവളെ പറഞ്ഞ് നാട്ടിൽ വിട്ടതും. മീൻസ് അവള് ഇവിടെ വന്ന് നോർമൽ ഡെലിവറി പോലെ ആ കുഞ്ഞിന് ഒഴിവായി പോയപ്പോ അവൾ എന്നെ അടുത്ത് പറഞ്ഞതാണ്, അതൊരു ആൺകുഞ്ഞായിരുന്നു, അവൾ ആ കുഞ്ഞിന്റെ മുഖം കണ്ടു, ഒരു ആൺകുഞ്ഞായിരുന്നു, ആ കുഞ്ഞിനെ എന്താ പറയാ ജീവിക്കാൻ വേണ്ടി വന്ന കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞോളം എന്നൊരു പേരും കൂടി അവൻ കാരണം എനിക്ക് കിട്ടിയവളാ. അങ്ങനത്തെ ആ രീതിയിൽ അവള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അന്ന് ഈ അബോർഷൻ ചെയ്ത് കഴിഞ്ഞ ടൈമിൽ അവള് ഫുള്ള് ആ ഒരു ടെൻഷനിലും കാര്യങ്ങളിലും ആയിരുന്നു. ആ ഒരു ടൈമിൽ അവള് ചെയ്യണമായിരുന്നു. സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ അവള് അങ്ങനെ പോലും ചെയ്യാത്ത ഒരാള് ഇപ്പൊ പെട്ടെന്നൊരു ഇതിൽ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അവൻ തന്നെയാണ് അവളെ പറഞ്ഞു വിട്ടത്. അന്നേരം അവള് പറഞ്ഞിരുന്ന, അവള് മെസ്സേജ് അയച്ചത് 2 മാസം ആയിട്ടുണ്ടായിരുന്നെങ്കിൽ മരുന്ന് കഴിച്ച് മാറാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിപ്പോ 4 മാസം ആയില്ലേ, അതുകൊണ്ട് ഡെലിവറി പോലെ തന്നെ ചെയ്യണമെന്നാ, മരുന്ന് എടുത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞതെന്ന് ഓൾറെഡി അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ തന്നെയാണ് ഇതിപ്പം അവൻ പറയുന്ന എന്താ, അവൻ അറിഞ്ഞില്ല, അവൻ അറിയാതെ അവൻ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞു നാട്ടിൽ കയറി വാ, അതായത് തിരിച്ച് UAE കയറി വാ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് തന്നെയാണ് പറഞ്ഞത്, എനിക്കിപ്പോ ശരീരം കൊണ്ട് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോ പെട്ടെന്ന് പോവാൻ പറ്റൂല, ഞാനിപ്പോ ഉടനെ വരുന്നില്ല എന്നുള്ള രീതി അവൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവളാണ് അവനോട് പറഞ്ഞത്. അങ്ങനെയാണ് അവൾ ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ലേറ്റ് ആക്കിയത്, കുഞ്ഞിന്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.